ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനും ചിന്തയ്ക്കുമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗമാണ്. വിശുദ്ധ മത്തായി 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 39 വരെ തിരുവചന ഭാഗം. ആ വേദഭാഗം ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാനാണ് വന്നത് എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാൾ അത്രേ വരുത്തുവാൻ ഞാൻ വന്നത്. മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാനത്രേ ഞാൻ വന്നത്. മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. പ്രിയമുള്ളവരെ, ക്രിസ്തു സംസാരിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന ഏതൊരു വ്യക്തിയുടെയും, സത്യസന്ധമായി ധ്യാനിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ വളരെ ആശങ്കയും സംശയവും ഉണ്ടാക്കുന്ന ചില വസ്തുതകളാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യത്തെ വാക്യം ശ്രദ്ധേയമാണ്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് എന്ന്. ഇത് വളരെ സങ്കടമുണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ് യേശുവിൻ്റേത്. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ സമാധാനം വരുത്തുന്നതിന് വേണ്ടി വന്നതല്ലെന്ന്. അത് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക? കാരണം സമാധാന പ്രഭു എന്ന് നമ്മൾ വിളിക്കുന്ന ക്രിസ്തു സമാധാനം വരുത്തുവാനല്ല വന്നത് എന്ന് പറയുമ്പോൾ അത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടാൻ കഴിയുന്നത്? മാത്രമല്ല, നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വരികയും ദൈവത്തെ ആരാധിക്കുകയും ദൈവവചനത്തെ ശ്രദ്ധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ സമാധാനം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യൻ ഈ ലോകത്ത് ദൈവത്തെ അന്വേഷിക്കുന്നത് പോലും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, സമാധാനം വരുത്തുന്നില്ല എങ്കിൽ, സമാധാനം തരുന്നില്ല എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ തന്നെ പ്രസക്തി എന്താണ്? ഒരു ദൈവസങ്കല്പത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് മനുഷ്യർ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു വിഷയം സമാധാനമാണ്. എപ്പോഴും മനുഷ്യൻ ദൈവമേ എന്ന് വിളിക്കുന്നത് സമാധാനക്കേടുമായിട്ടുള്ള ബന്ധത്തിലാണ്. സമാധാനം എവിടെയൊക്കെ താറുമാറാകുന്നോ ആ ഒരു നിമിഷങ്ങളിലാണ് ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് താൻ നോക്കുന്നത് തന്നെ. അപ്പോൾ ഈ സമാധാനക്കേടിൻ്റെ അന്തരീക്ഷങ്ങളിലാണ് ദൈവത്തെ പോലും മനുഷ്യൻ ശ്രദ്ധിക്കുന്നത് എങ്കിൽ, ദൈവം പറയാണ് ഞാൻ സമാധാനം ഉണ്ടാക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ദൈവത്തിൻ്റെ പ്രസക്തി എന്താണ്? പിന്നെ ഈ ദൈവത്തെ വിളിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും വളരെ നിഷ്പക്ഷമായി വേദഭാഗത്തെ ധ്യാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ക്രിസ്തുവിൻ്റെ ഹൃദയമറിയാതെയാണ് വചനത്തെ ധ്യാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവവചനത്തെ ധ്യാനിക്കുന്നത് നമ്മളുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. നമ്മളുടെ ലക്ഷ്യങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വചനത്തിൽ നിന്ന് തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന വാക്കുകളും അല്ലെങ്കിൽ വചനത്തിൽ നിന്നും തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ടാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു പഴഞ്ചൊല്ല്, ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ആ പഴഞ്ചൊല്ലിൻ്റെ പിന്നിലുള്ള ഒരു അർത്ഥം എന്താണ്? ഒരാൾ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പിന്നെ വരുന്നതെല്ലാം അയാളാണെന്ന് തോന്നും. കാരണം നമ്മുടെ ഹൃദയം എന്തിലാണോ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്
അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മളിലേക്ക് വരുന്ന സിറ്റുവേഷൻസിനെ നാം കണ്ടെത്തുന്നത്, കാണുന്നത് എന്നുള്ളതാണ്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വചനം ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ചില നിലവുകളുണ്ട്, നമ്മളുടെ ഉള്ളിൽ ചില ലക്ഷ്യങ്ങളുണ്ട്, നമ്മളുടെ ഉള്ളിൽ ചില ആശങ്കകളുണ്ട്, നമ്മളുടെ ഉള്ളിൽ ചില നീഡുണ്ട്, ചിലപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ പല ഗ്രീഡും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനത്തിൽ നിന്ന് നമ്മളിലേക്ക് കടന്ന് വരുന്നു അല്ലെങ്കിൽ വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളുടെ നീഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അടിത്തറയിൽ വചനത്തെ കാണാൻ ശ്രമിക്കുന്നു. പക്ഷേ വചനത്തെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കാണരുത്. ദൈവം എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഈ വേദഭാഗം പങ്കുവെക്കുന്നതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള നിലയിലാണ് വചനത്തെ കാണേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നോക്കിക്കൊണ്ട് വചനത്തെ കാണണം. അപ്പോഴാണ് ഇതിനകത്തെ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളിൽ ഒരാൾ രാവിലെ പത്രം എടുത്ത് വായിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് പത്രത്താളുകളിൽ വരുന്ന വാർത്തകളൊന്നും ഒട്ടും തന്നെ പോസിറ്റീവ് ന്യൂസസ് അല്ല. എല്ലാം ഒത്തിരി ദുരന്തങ്ങളുടെയും സങ്കടങ്ങളുടെയും പീഡനങ്ങളുടെയും ഒക്കെ വാർത്തകളാണ് നമ്മൾ കാണുന്നത്. അഴിമതിയുടെയും അക്രമങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ വാർത്തകളാണ്. ഇതൊന്നും പോസിറ്റീവല്ല, എല്ലാം വളരെ സങ്കടം ഉണ്ടാക്കുന്നതും നെഗറ്റീവുമാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ വായിച്ചിട്ട് മനുഷ്യനിങ്ങനെ സംശയിക്കുകയാണ്, ദൈവം ഇല്ലേ? ഈ ലോകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്? അതെന്താ ദൈവമൊന്നും ഈ ലോകത്തില്ലേ? ദൈവം എന്താണ് ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ദൈവമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചെറുപ്പക്കാരിന്ന് വളരെയുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന ദുരന്തങ്ങൾ ഒരുപാടായതുകൊണ്ട് ദൈവമില്ല, ഈ ലോകത്ത് ദൈവമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പത്രമൊക്കെ വായിച്ചിട്ട് ദൈവം ഇതൊന്നും കാണുന്നില്ലേ, അല്ലെങ്കിൽ ദൈവം ഇല്ലേ എന്ന് വായിച്ചിട്ട് നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്യം കണ്ടാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്യം എന്താ? ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല വാളുണ്ടാക്കാനാണ് വന്നിട്ടുള്ളതെന്ന വാക്യം കാണുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും തമ്മിലൂടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ദൈവത്തോട് ദേഷ്യമേ തോന്നുള്ളൂ. കണ്ടോ, ഈ ഭൂമിയിൽ ഈ ദുരന്തങ്ങളും കഷ്ടതകളും എല്ലാം ഉണ്ട്. ദൈവം തന്നെ പറയുക, ഞാൻ ഇവിടെ ഇടർച്ച ഉണ്ടാക്കാനും കലഹം ഉണ്ടാക്കാനും വന്നിരിക്കുന്നത്, സമാധാനം ഉണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ദൈവത്തെ വിളിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? അപ്പോൾ പിന്നെ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ്? ഈ ദൈവം ഒരു ക്രൂരനായ ദൈവമാണ്. ഈ ദൈവം ഒരു എന്താ പറയുക, മനുഷ്യനെ മനസ്സിലാക്കാത്ത, സ്നേഹിക്കാത്ത ദൈവമാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില നിഗമനങ്ങളിൽ ഇന്നത്തെ തലമുറ എത്തപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? പത്രത്തിൽ വായിച്ച വാർത്ത ഹൃദയത്തിലുണ്ട്. അതാണ് ഞാൻ വായിക്കുന്ന വചനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതല്ല വചനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ എന്ത് കണ്ടു എന്നുള്ളതാണ് വചനത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു ഉദാഹരണം കൂടെ അതിനോട് ചേർന്ന് പറയാം. ഒരിക്കലൊരു സുവിശേഷകൻ പറഞ്ഞു കേട്ടൊരു സംഭവമാണ്. ആ സുവിശേഷകൻ ഒരു ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ നേരെ എതിർവശത്തിരുന്ന് ഒരു പെൺകുട്ടി ബൈബിൾ വായിക്കുക. ബൈബിള് നന്നായി വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുക്ക് കണ്ടപ്പോൾ തന്നെ സുവിശേഷകന് മനസ്സിലായി ഇത് ബൈബിളാണ്. അതിൽ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹോളി ബൈബിളിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈബിൾ ഇവർ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷകൻ, അദ്ദേഹം ഒരു സുവിശേഷകനായതുകൊണ്ടും ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടി ബൈബിൾ വായിക്കുന്നത് കണ്ട കൗതുകം കൊണ്ടും അദ്ദേഹത്തിന് സന്തോഷം തോന്നിയിട്ട് ഇടയ്ക്ക് എപ്പോഴും ആ കുട്ടി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വചനം വായിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സംശയമായി, അല്ലെന്നോ? എന്നിട്ട് അത് പറഞ്ഞിട്ട് അവർ പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ വീണ്ടും ബൈബിൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം പതുക്കെ ആ ബുക്ക് ഒന്ന് നന്നായി ശ്രദ്ധിച്ചു. ഇനി ബൈബിൾ തന്നെയല്ലേ? ബൈബിൾ തന്നെയാണ്, ഉറപ്പായിട്ടും ബൈബിൾ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബൈബിളാണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവർ വായിക്കുന്നത് ബൈബിളാണ്, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷമാണ് ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് കൗതുകം. പിന്നെ എന്താ അല്ലാന്ന് ഇവർ പറഞ്ഞത്? ഉടനെ ഇദ്ദേഹം വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, വചനം വായിക്കുകയല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ഈ സ്ത്രീ അല്ല എന്ന് വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. ഉടനെ ഇദ്ദേഹത്തിന് അത് ആശങ്കയായി എന്ന് മനസ്സിലായി. ഇദ്ദേഹം വീണ്ടും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്ന സമയത്ത്
ആ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ വചനം വായിക്കുകയല്ല, വചനം എന്നെ വായിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ ആവർത്തിക്കുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. സഹോദര, ഞാൻ വചനം വായിക്കുകയല്ല, വചനം എന്നെ വായിക്കുകയാണ്. ഇതാ സുവിശേഷകൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു എന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞു കേട്ടത്. ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മളൊക്കെയാണ് ബൈബിൾ വായിക്കുന്നത്. നമ്മൾ വചനം വായിക്കുന്നവരാണ്. നമ്മൾ വചനം വായിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മളുടെ ബലഹീനതകളും നമ്മളുടെ ആറ്റിറ്റ്യൂഡും നമ്മളുടെ നീഡും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ടാണ് നമ്മൾ ബൈബിളിലേക്ക്. പക്ഷേ അങ്ങനെയല്ല, ബൈബിൾ എന്നെ വായിക്കണം, വചനം എന്നെ വായിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്നെ വായിക്കുമ്പോഴാണ് വചനത്തിന് അവിടെ പ്രയോറിറ്റി വരുന്നത്. വചനം എന്നെ ഉപദേശിക്കണം, വചനം എന്നോട് സംസാരിക്കണം, വചനം എന്നെ തിരുത്തണം. അപ്പോൾ വചനത്തിൻ്റെ ആംഗിൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം. എൻ്റെ ആംഗിൾ വചനത്തിലൂടെ സാധൂകരിക്കുകയല്ല, വചനത്തിൻ്റെ ആംഗിൾ ഞാൻ കേൾക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അപ്രകാരം ഈ വാക്യത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഒന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക. ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല വന്നിട്ടുള്ളത്, വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നിട്ടുള്ളത് എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ വേദഭാഗം വളരെ കൃത്യമായി ധ്യാനിക്കുമ്പോൾ ലഭിച്ച ചില ബോധ്യങ്ങൾ പങ്കുവെക്കട്ടെ. ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല വന്നിട്ടുള്ളത്, ഭൂമിയിൽ സമാധാനമുണ്ടാക്കാനല്ല വന്നിട്ടുള്ളത്. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മുടെ ശ്രദ്ധയിൽ ക്ലിക്ക് ചെയ്യാതെ പോകുന്നൊരു വാക്കാണ് ആ ഭൂമിയിൽ എന്നുള്ള വാക്ക്. ഞാൻ ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല വന്നത്, താൻ സമാധാനം ഉണ്ടാക്കാനല്ല വന്നതല്ല പറഞ്ഞത്, ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല വന്നത്. ഈ വ്യത്യാസം അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ ഗൗരവം ഈ വാക്യം വായിക്കുന്ന ആളുടെ ഹൃദയത്തിൽ സാധാരണ കൊള്ളാറില്ല. രണ്ടാമത്തെ വാക്ക്, ഞാൻ സമാധാനം ഉണ്ടാക്കാനല്ല വന്നിട്ടുള്ളതെന്നോ യേശു എന്താ ഇങ്ങനെ പറയുന്നത്? പക്ഷേ ആ ഭൂമിയിൽ എന്നുള്ള വാക്കാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട വാക്ക്. ഇത് വചനം എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. വചനം നമ്മളോട് സംസാരിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ആംഗിളിൽ നോക്കുമ്പോൾ പിശാച് വളരെ തന്ത്രശാലിയാണ്. വേദപുസ്തകത്തിലെ ചില അക്ഷരങ്ങൾ, ചില കുത്തും കോമയും നമ്മളെ ശ്രദ്ധിപ്പിക്കാതെ വിടും പിശാച്. അത് നമ്മളുടെ ഹൃദയത്തിൽ കയറാതെ വണ്ണം അവൻ ചില സമയത്ത് നമ്മുടെ കണ്ണങ്ങ് അടച്ചു കളയും, നമ്മളുടെ മനസ്സ് കുരുടാക്കി കളയും. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, സുവിശേഷത്തിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിൽ തെളിയാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം ചില സമയത്ത് അങ്ങ് അന്ധമാക്കും. ചില വാക്കുകൾ ശ്രദ്ധിക്കാതെ, ചില കുത്തും കോമയും ശ്രദ്ധിക്കാതെ നമ്മുടെ ഹൃദയത്തെ അങ്ങ് അന്ധമാക്കി കളയും, അവൻ ഇരുട്ടിലാക്കി കളയും. ഇവിടെ ഏതാണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ എന്നുള്ള വാക്ക് പിശാച് ഇത് വായിച്ച നമ്മളുടെ പലരുടെയും കണ്ണിൽ കുരുടാക്കി കളഞ്ഞൊരു വാക്കാണ്. ഭൂമിയിൽ സമാധാനം ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കാനല്ല യേശു ക്രിസ്തു വന്നത്. ഭൂമിയിലെ സമാധാനം, അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ സമാധാനം, ഈ ലോകത്തിലുള്ള സമാധാനം തരാനല്ല യേശു ക്രിസ്തു വന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ നയിക്കേണ്ടതാണ്. ഈ ലോകത്തിലുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സമാധാനം, ഈ പിശാചിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് അറിയില്ല. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. പിശാച് മനുഷ്യന് സമാധാനം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിചാരം പിശാച് എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണെന്നല്ലേ? പക്ഷെ അങ്ങനെയല്ല. പിശാച് യഥാർത്ഥത്തിൽ സമാധാനം കൊടുക്കും മനുഷ്യന്. അത് ദൈവത്തിൻ്റെ സമാധാനമല്ല, ലോകത്തിൻ്റെ സമാധാനം കൊടുക്കും പിശാച് മനുഷ്യന്. ലോകപരമായി പിശാച് മനുഷ്യനെ സെറ്റിലാക്കും, സമാധാനം കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ലോകപരമായ സമാധാനം പിശാച് കൊടുക്കുന്നതെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. പിശാച് മനുഷ്യന് ലോകപരമായ സമാധാനം കൊടുക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിപ്പെൻഡൻസി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസി നഷ്ടപ്പെടാൻ വേണ്ടി ലോകത്തിൽ പിശാച് മനുഷ്യന് സമാധാനം കൊടുക്കും.
ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും. ജോലി കിട്ടിയില്ല, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു. നിങ്ങൾ ജോലിക്ക് വേണ്ടി ഇങ്ങനെ അലയുകയാണ്, എനിക്കൊരു ജോലി വേണം, ജോലി വേണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തൊക്കെ പോവും, ദൈവമേ എനിക്ക് ജോലി തരണമേ, ജോലി തരണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ള ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ വിളിക്കും, ഇവിടെയൊക്കെ വിളിക്കാറുണ്ട് ആളുകൾ. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, IELTS പാസ്സാകാൻ പ്രാർത്ഥിക്കണം, ന്യൂസിലൻഡ് പോകാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ പല പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് വരും. അങ്ങനെ അവന് പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അവന് ജോലി കിട്ടും. അവന് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതുവരെയുള്ള അവൻ്റെ ആശ്രയത്വം കുറയും. കാരണം ജോലി കിട്ടി, പ്രശ്നം തീർന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അവൻ്റെ ആശ്രയം നാച്ചുറലി അവന് കിട്ടുന്ന ശമ്പളത്തിലേക്കായിട്ട് മാറുന്നു. അപ്പോൾ ജോലി കിട്ടുന്നതിന് മുമ്പ് ഇവന് ആശുപത്രി പോകേണ്ട ആവശ്യം വന്നു. ആ സമയത്ത് ഇവൻ്റെ ഈ കാശില്ല, ഇവൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഇവൻ്റെ മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് കാശ് കണ്ടെത്തേണ്ടി വന്നു. അപ്പോൾ ഇവന് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവൻ ദൈവത്തിൽ നന്നായിട്ട് ആശ്രയിക്കും. ദൈവമേ, എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിരിക്കുന്നു, ദൈവമേ എൻ്റെ കയ്യിലൊന്നുമില്ല, നീ എന്നെ സഹായിക്കണമേ. ഭയങ്കരമായ ഡിപ്പെൻഡൻസി വരും. പക്ഷെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു ഡിപ്പെൻഡൻസിയുടെ നീഡില്ല. കാരണം ശമ്പളമുണ്ട്, കാശ് എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിൽ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, എനിക്ക് ഡീസലുണ്ട്, ഞാൻ വണ്ടിയിൽ ഡീസൽ അടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഞാൻ വേണ്ട ചികിത്സ ചെയ്താൽ മതി. ഡിപ്പെൻഡൻസി നഷ്ടപ്പെട്ടു. അപ്പോൾ പിശാചു മനുഷ്യനെ ഈ ലോകത്തിൽ സെറ്റിലാക്കിക്കൊണ്ട് ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നിന്ന് അവനെ പറിച്ചു കളയും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ പണസമ്പാദന മാർഗങ്ങളും ദൈവം ഒരുക്കിയതാണെന്നല്ലേ? എന്നാൽ നിങ്ങളുടെ എല്ലാ പണസമ്പാദന മാർഗങ്ങളും ദൈവം ഒരുക്കിയതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പല ഉപജീവന മാർഗങ്ങളും പിശാച് ഒരുക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാം ദൈവം ഒരുക്കുന്നതല്ല. ദൈവം ഉപജീവന മാർഗം കൊടുക്കില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം ഉപജീവന മാർഗം കൊടുക്കുന്നത് ദൈവത്തിലുള്ളവർക്കാണ്. ക്രിസ്തുവിലുള്ളവർക്ക് ക്രിസ്തു ഉപജീവന മാർഗം കൊടുക്കും. ക്രിസ്തുവിലുള്ളവർക്ക് ക്രിസ്തു ഉപജീവന മാർഗം കൊടുക്കും. ക്രിസ്തുവിലുള്ളവർക്ക് ക്രിസ്തു ജോലി കൊടുക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അച്ഛാ ഞാൻ ക്രിസ്തുവിലുള്ളവനാണെന്നല്ലേ? നിങ്ങൾ ക്രിസ്തുവിലുള്ളവനാണോ എന്നറിയാൻ മറ്റ് വചനഭാഗങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടി വരും. ഒറ്റ പോയിന്റ് ഞാൻ പറയാം. കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ക്രിസ്തുവിലുള്ളവൻ. കർത്താവിനെ, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിച്ച്, പാപത്തെ വെറുത്ത്, ലോകത്തെ വെറുത്ത്, കൽപ്പനകളെ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തുവിലുള്ളവൻ. അവനുള്ള ഉപജീവന മാർഗം ക്രിസ്തു കൊടുക്കും. അവൻ്റെ ഉപജീവന മാർഗം ക്രിസ്തുവാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച്, കർത്താവിനെ അനുസരിച്ച്, അവൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്ക് കർത്താവ് കൊടുക്കും, ഉപജീവന മാർഗം കൊടുക്കും. എങ്ങനെയാണ് അവൻ്റെ കുടുംബ പശ്ചാത്തലം നടക്കേണ്ടത്, ഭാര്യ മക്കളെ എങ്ങനെയാണ് പോറ്റേണ്ടത്, അതിൻ്റെ വഴി കർത്താവിന് കൊടുത്തോളൂ. പക്ഷേ ക്രിസ്തുവിലല്ലാത്തവന്, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവന്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാത്തവന്, പാപത്തെ ജീവിതത്തിൽ താലോലിക്കുന്നവന് ജോലി കൊടുക്കുന്നത് പിശാചാണ്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാവും. കർത്താവ് തന്നെ പറഞ്ഞ ആ ഇടർച്ചയാണ്, ആ വാളാണ് ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചിനകത്ത് വീഴുന്നത്. ഇപ്പോൾ ഈ വായിച്ച വചനഭാഗത്തുള്ള വാള് ഇപ്പോൾ ചിലരുടെ നെഞ്ചിനകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവും. ഇടർച്ച ഉണ്ടാക്കാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ആ ഇടർച്ചയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. മനസ്സിലായിക്കൊള്ളുക. അപ്പോൾ പിശാച് ജോലി തന്നു. നിങ്ങളിൽ ചിലരുടെ ജോലി പിശാച് തന്ന ജോലിയാണ്, ക്രിസ്തു തന്ന ജോലിയല്ല. നിങ്ങളിൽ ചിലരുടെ ജോലി പിശാച് തന്ന ജോലിയാണ്. നിങ്ങളുടെ ചിലരുടെ ബിസിനസ് പിശാച് നിങ്ങൾക്ക് തന്നതാണ്. എന്തിനു വേണ്ടി? നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അകലാൻ, ക്രിസ്തുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് അകലാൻ പിശാച് ജോലി കൊടുക്കും. കാലങ്ങളായിട്ട് ജോലി കിട്ടാത്ത ഒരു മനുഷ്യൻ ഇവിടെ വന്ന് കുറേ കാലമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, സുവിശേഷമൊക്കെ കേട്ട് വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു വെളിച്ചം, ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കണം. ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് അവൻ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ അവന് ജോലി കിട്ടി.
ഏതാണ്ട് 3 വർഷമായിട്ട് ജോലിയില്ലാതെ കറങ്ങി കിടന്ന്, അവൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പുറമായ ജോലി, ഭയങ്കര ശമ്പളം, ഭയങ്കര ഓഫർ. ഒറ്റക്കാരിയുള്ള രാവും പകലും തിരക്കാം, ഓടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവൻ്റെ ലൈഫ് അവൻ ആ ജോലിയിൽ കമ്മിറ്റ് ചെയ്തിട്ടാണ് അവൻ ജീവിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. എല്ലാവരും പറഞ്ഞു അവന് കർത്താവ് ജോലി കൊടുത്തതാണെന്ന്, ദൈവം ജോലി കൊടുത്തതാണെന്ന്. പക്ഷേ ആ ജോലി കിട്ടിയവൻ, ജോലി കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഈ ജോലി കർത്താവ് തന്നതല്ല, പിശാച് തന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തീരുമാനമെടുത്തപ്പോൾ ആ കർത്താവിനെ ആശ്രയിക്കാനോ കർത്താവിനോട് പ്രാർത്ഥിക്കാനോ പോലും പറ്റാത്ത വിധത്തിൽ പിശാച് ഈ ജോലിയിൽ എന്നെ കൊണ്ട് കുടുക്കി കളഞ്ഞു. വച്ചാൽ എൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെ ഇവിടെ പിടിച്ചു വെച്ചേക്കുക, എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉൾപ്പെടെ പിടിച്ചു വെച്ചേക്കുക. ഞാനിപ്പോൾ പെട്ടുപോയി അച്ഛാ, ഈ കുടുക്കിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആലോചിച്ച് നോക്ക്. പിശാച് നിങ്ങൾക്ക് ജോലി തരും, പിശാച് നിങ്ങൾക്ക് പണം തരും, പിശാച് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരും, പിശാച് നിങ്ങൾക്ക് സമൂഹത്തിൽ മാനം തരും, പിശാച് നിങ്ങൾക്ക് ഈ ലോകത്ത് പലതും 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 തരും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിങ്ങളെ അതിൽ സെറ്റിലാക്കുക. പിശാച് സെറ്റിലാക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ സന്തോഷമായിരിക്കും. ഓ, എൻ്റെ മോൻ പഠിച്ചു മിടുക്കനായി, അവന് നല്ല കാശുണ്ടാക്കുന്നുണ്ട്. മക്കളെക്കുറിച്ച് അപ്പനും അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാണ്? എൻ്റെ മോന് ഭയങ്കരമായിട്ട് കാശുണ്ടാക്കുന്ന മോനാ, അവൻ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവൻ നല്ല കാശൊക്കെ ഉണ്ടാക്കി അവന് ഇംഗ്ലണ്ടിൽ നല്ല സെറ്റിലായിട്ട് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഭയങ്കരമായിട്ട് സെറ്റിലായി ജീവിക്കുകയാണ്, ലക്ഷറിയസ് ലൈഫാണ്, അവന് ഇന്ന കാറുണ്ട്, അവൻ നാട്ടിൽ വന്നിട്ട് ഇന്ന ഭയങ്കര വീട് വെച്ചു, കുറേ സ്ഥലമൊക്കെ അവൻ വാങ്ങിച്ചു, അവനങ്ങനെ ഭയങ്കര മിടുക്കനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം, ഭാര്യയ്ക്ക് സന്തോഷം, മക്കൾക്ക് സന്തോഷം. കാരണം അവർക്ക് ലക്ഷറീസ് ലൈഫ് കിട്ടുന്നു, അവർ ടൂർ പോകുന്നു, അവർ എൻജോയ് ചെയ്യുന്നു, റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ഭയങ്കര ഫുഡ് കഴിക്കുന്നു, സിനിമയ്ക്ക് പോകുന്നു, അവരുടെ ഇഷ്ടമുള്ള എൻജോയ് ചെയ്ത് അവർ ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും ലോകത്തിൻ്റെ ഒരു ലൈഫിൽ കൊണ്ടുവന്നിട്ട് പിശാച് അങ്ങ് സെറ്റിൽ ചെയ്ത് അങ്ങനെ ലോകപരമായൊരു സമാധാനം പിശാച് മനുഷ്യന് കാശും മാനവും പണവും സമ്പാദവും ഒക്കെ കൊടുത്തിട്ട് അങ്ങ് നൽകും. അതിൽ അവനെ അങ്ങ് സെറ്റിലാക്കും. മനസ്സിലായോ? അപ്പോൾ ആ സമാധാനം പൊളിക്കാനാണ് യേശുക്രിസ്തു വന്നതെന്നാണ് പറഞ്ഞത്. പിശാച് ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിങ്ങളെ സെറ്റിലാക്കി വെച്ചിരിക്കുന്ന ആ സമാധാനം ഉണ്ടല്ലോ, അത് പിശാചിൻ്റെ സമാധാനമാണ്, അത് ദൈവത്തിൻ്റെ സമാധാനമല്ല. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. യേശുക്രിസ്തുവിൻ്റെ സമാധാനം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സമാധാനം എന്ന് പറയുന്നത്, യേശുക്രിസ്തു നൽകുന്ന സമാധാനം എന്ന് പറയുന്നത്, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മരണവും പ്രയാസങ്ങളും ഒക്കെ നിനക്കുണ്ടാവും. പിശാചുമായിട്ടുള്ള പോരാട്ടം, ആ പിശാചുമായിട്ടുള്ള ഫൈറ്റ് നിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാവും, ഭയങ്കര തകർച്ച ഉണ്ടാവും. ആ ഫൈറ്റിൻ്റെ നടുക്ക് ക്രിസ്തു നിനക്ക് സമാധാനം തരും. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങൾക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. അതാണ് ക്രിസ്തു തരുന്ന സമാധാനം. നിങ്ങൾക്ക് ആശ്രയത്വത്തിലുള്ള സമാധാനം, ഡിപ്പെൻഡൻസി. ഇന്ന് പലപ്പോഴും നമ്മളുടെ കുട്ടികളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആകണം, ഇൻഡിപെൻഡൻ്റ് ആകണം പറയും, ഇൻഡിപെൻഡൻ്റ് ആകണം. എന്നാൽ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് ഒരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിൻ്റെ വിഭാവനയല്ല. മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആകാനല്ല, മനുഷ്യൻ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആകാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം. മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആകാനല്ല, മനുഷ്യൻ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആകാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മനുഷ്യനെ ഒരു സമൂഹ ജീവിയായിട്ട് ദൈവം സൃഷ്ടിച്ചത്. അവൻ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യണം. ഇൻഡിപെൻഡൻ്റ് ആകാൻ പറയുമ്പോൾ പോലും മനുഷ്യൻ ആർക്കാണ്? ഒരാൾക്ക് ഒറ്റയ്ക്ക് അയാൾക്ക് ജീവിക്കാൻ പറ്റുമോ ഈ ലോകത്ത്? സമൂഹ ജീവിയായിട്ടല്ലേ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവന് ഒറ്റയ്ക്ക് ഈ ലോകത്ത് അവന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ച് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അവൻ്റെ ഇൻ്റർഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ദൈവവുമായിട്ട് കൂടി ആയിരിക്കണം. അതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും, മനുഷ്യനും തമ്മിലുള്ള ബന്ധവും മെയിൻറ്റെയിൻ ചെയ്യപ്പെടണം എന്നുള്ളത്
വചനത്തിലൂടെ ക്രിസ്തു സംസാരിക്കുന്നത്. ഇത് പൊളിയും, ഈ ഒരു ഇൻഡിപെൻഡൻസി പൊളിയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ. എന്നിട്ട് കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും. അവിടെയാണ് അപ്പനും അമ്മയും നിങ്ങൾക്ക് എതിരാവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ടോ, മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ തൻ്റെ അമ്മയോടും മരുമകളെ തൻ്റെ അമ്മാവിയമ്മയോടും ഭേദിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് സെറ്റിലായിരിക്കുന്ന അനുഭവം തകരും ഒരു മനുഷ്യൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ. ഈ ഗ്രഹനാഥൻ ക്രിസ്തുവിലേക്ക് വന്ന് ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അവരനുഭവിച്ചിരുന്ന സുഖസമൃദ്ധി, ലോകസമാധാനം, പിശാച് കൊടുത്ത സമാധാനം പൊളിയും കുടുംബത്തിൽ ഒരാൾ ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ കുടുംബത്തിൽ വഴക്കുണ്ടാവും, കലഹമുണ്ടാവും, ഭയങ്കര അടിയുണ്ടാവും അപ്പോൾ ആ കുടുംബത്തിൽ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആ ഒരു കലഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്നാണ് ക്രിസ്തു പറയുന്നത്. യേശു ക്രിസ്തു തരുന്ന സമാധാനമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോഴും രോഗം മാറുമ്പോഴുള്ള സമാധാനം എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. പിശാച് നിങ്ങൾക്ക് തരുന്ന സമാധാനമാണ്. നിങ്ങൾക്ക് പലപ്പോഴും കാശുണ്ടാകും. യേശു ക്രിസ്തു തരുന്ന സമാധാനം വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ നൊമ്പരങ്ങളുടെ നടുവിൽ, ഈ ലോകത്തിലെ തകർച്ചയുടെ നടുവിൽ, മരണത്തിൻ്റെ പോലും നടുവിൽ നെഞ്ചുറപ്പോടെയും കരുത്തോടെയും നിൽക്കാൻ കഴിയുന്ന സമാധാനമാണ്. അതെപ്പോഴാണ് കിട്ടുക? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ ഒന്നും സ്നേഹിക്കരുതെന്നാണ് യേശു അടുത്ത വാക്കുകളിൽ പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ആ സമാധാനം കിട്ടുന്നത്. അത് ഈ ലോകത്തിലെ സിറ്റുവേഷൻസ് ചേഞ്ച് ആകുമ്പോഴുള്ള സമാധാനമല്ല. സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, ഞാൻ സമാധാനം എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് റിയൽ പീസ് എന്ന് പറയുന്നത്, ഡിവൈൻ പീസ് എന്ന് പറയുന്നത്. സാഹചര്യം മാറ്റപ്പെടുമ്പോഴുള്ള സമാധാനമല്ല, ലോകത്തിൻ്റെ സമാധാനം അല്ലെ പിശാച് തരുന്ന സമാധാനം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാധാനമാണ്. എന്നാൽ യേശു തരുന്ന സമാധാനം ഏതു സാഹചര്യത്തിൻ്റെ നടുവിലും കിട്ടുന്ന സമാധാനമാണ്. പിശാച് തരുന്ന സമാധാനം കാശുള്ളപ്പോൾ ഉണ്ട്, കാശില്ലാത്തപ്പോൾ ആ സമാധാനം പോകും. ആരോഗ്യം ഉള്ളപ്പോൾ ഉണ്ട്, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ആ സമാധാനം പോകും. മക്കൾ നന്നായി പഠിക്കുമ്പോൾ ആ സമാധാനമുണ്ട്, മക്കൾ പഠനത്തിൽ ഉഴപ്പാകുമ്പോൾ സമാധാനം പോകും. അപ്പോൾ പിശാച് തരുന്ന സമാധാനം ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നീങ്ങുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ആ സിറ്റുവേഷൻ മാറിയാൽ പിശാച് തരുന്ന സമാധാനം മാറിപ്പോയി. എന്നാൽ ക്രിസ്തുവിലാണ് ഒരു മനുഷ്യനെങ്കിൽ സിറ്റുവേഷൻ എത്ര മാറിയാലും, മോള് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്യട്ടെ സമാധാനം ഉണ്ടാവും, കാശ് ഉണ്ടാവുകയോ ഇല്ലാതെ ആയിരിക്കുകയോ ചെയ്യട്ടെ സമാധാനം ഉണ്ടാവും, അപ്പോൾ ആ അസുഖം മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ സമാധാനം ഉണ്ടാവും, മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ സമാധാനം ഉണ്ടാവും. ഏത് സിറ്റുവേഷനിലും സമാധാനം ഉണ്ടാവും. ബുദ്ധിയുള്ളവർ കേൾക്കുക. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാത്താൻ തരുന്ന സമാധാനത്തിൻ്റെ മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കട്ടെ. ആ വാള് നിങ്ങളുടെ സമാധാനത്തെ കീറി മുറിക്കട്ടെ, ലോക സമാധാനത്തെ വെട്ടിമാറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ തമ്പുരാനെ, കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. വ്യക്തമായി വ്യക്തിപരമായി ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നാഥ, അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്ത് ഞങ്ങൾ സെറ്റിലായിരിക്കുന്ന ഒരു സമാധാനത്തിൽ നിന്ന് അങ്ങ് തരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.